ഡൽഹിയിൽ നമുക്ക് ഇന്നോവ കിട്ടില്ല. അപ്പം കഴിച്ച് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ ആ തെറ്റിദ്ധാരണ നമുക്കൊന്ന് മാറ്റാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അതായത് നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്, ചേട്ടാ നമുക്ക് ഡൽഹിയിൽ നിന്ന് നമുക്ക് 2016 പുറകോട്ടുള്ള നമ്മുടെ ഇന്നോവയില്ലേ, സ്റ്റോക്ക് ഇന്നോവ 2012, 11, 13, 14 ഇന്നോവ കിട്ടുന്നുണ്ടെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നമുക്ക് ഇന്നോവ കിട്ടില്ല. അതായത് പക്ഷേ ഇന്നോവ ഇപ്പോൾ അവിടെ കിട്ടാൻ കാണും, പലരും പല ഏജന്റുമാരും അവിടെ കൊടുക്കുന്നു, പലരും അങ്ങനെ ഒരു ചതിയിൽ പെടുന്നുണ്ട്. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ മറ്റേ NCR, അതായത് നാഷണൽ ക്യാപിറ്റൽ റീജിയൻ, അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി NOC കിട്ടത്തില്ല. അതായത് 10 വർഷം കഴിഞ്ഞ വണ്ടിക്ക് അവിടെ നിന്ന് NOC കിട്ടില്ല. 10 വർഷം കഴിഞ്ഞാൽ അവിടെ വണ്ടി സ്ക്രാപ്പാണ്. അതായത് NCR റീജിയനിൽ വരുന്ന ഡൽഹി ഫുള്ള് വരും ഓൾമോസ്റ്റ്. പിന്നെ ഹരിയാനയുടെ ഗുരുഗാവണ്, ഫാസിയാബാദ്, അങ്ങനെ പിന്നെ UP യുടെ കുറച്ച് ഏരിയാസ്, നോയിഡ, അങ്ങനെ കുറച്ച് ഏരിയാസാണ് അതിൽ മെയിൻലി വരുന്നത്. അപ്പം അവിടെ നിന്ന് ഒരു 10 വർഷം കഴിഞ്ഞ വണ്ടി, 10 വർഷം കഴിഞ്ഞാൽ അവിടെ വണ്ടി എക്സ്പയർ ആയി അതിൻ്റെ RC കാര്യങ്ങളെല്ലാം ക്യാൻസൽ ചെയ്യുക, RTO കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വണ്ടി സ്ക്രാപ്പിന് വിടും. അതല്ലാതെ അവിടെ വേറൊരു വഴിയില്ല. പിന്നീടും ഇപ്പോൾ കുറേ ആൾക്കാർ ഇതുപോലെ വണ്ടി ഇങ്ങനെ കുറേ ഏജന്റുമാരുടെ എടുത്തിട്ട് പൈസ കൊടുത്തു, കാശ് കൊടുത്തു, അങ്ങനെ പൈസ ഒരുപാട് ആൾക്കാരുണ്ട്. വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് NOC കിട്ടുന്നില്ല, അങ്ങനെ ഒരുപാട് ഇഷ്യൂ. അതായത് അവിടുത്തെ ആ പേപ്പറും കൊണ്ട് RTO എടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് അവരപ്പം തന്നെ വണ്ടിയുടെ കാര്യം അപ്പം തന്നെ സ്ക്രാപ്പിലോട്ട് വിടും. NOC അവിടെ നിന്ന് കിട്ടില്ല. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇന്നോവ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞാൽ നമുക്ക് ഹരിയാന സൈഡിൽ നമുക്ക് എടുക്കാം. ഹരിയാന, അതായത് ഗുരുഗാവൺ, ഫൈസാബാദ് ഒഴിച്ചുള്ള ബാക്കി NCRന്റെ വെളിയിൽ, അതായത് ഡൽഹിയിൽ നിന്ന് ശേഷം 10, 200, 300 കിലോമീറ്റർ വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് NCR റീജിയനിൽ വരാത്ത വണ്ടികൾ കിട്ടും. അതിന് നമുക്ക് 10 വർഷം കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് NOC 15 വർഷം വരെ NOC ഇഷ്യൂ ചെയ്തെടുക്കാൻ പറ്റും. ആ വണ്ടികളൊന്നും വിഷയമില്ല. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ ആരും മറ്റേ ഡൽഹിയിൽ അല്ലെങ്കിൽ നോയിഡ, ഫാസിയാബാദ്, അവിടെ ആ RTOയിലൊക്കെ വരുന്ന NCR റീജിയനിൽ വരുന്ന വണ്ടികൾ 10 വർഷത്തിന് മുന്നോട്ട്, 10 വർഷം ആകാത്ത വണ്ടികൾ മാക്സിമം എടുക്കുക. അതായത് ഇപ്പോൾ ഉള്ള നിലവിൽ ക്രിസ്റ്റ അല്ലെങ്കിൽ ഫോർച്യൂണർ ഏതെടുത്താലും, ഏത് വണ്ടി എടുത്താലും 10 വർഷത്തിന് ശേഷമുള്ള, ആരുടെ നിന്ന് എടുത്താലും 10 വർഷത്തിന് ശേഷമുള്ള വണ്ടി എടുക്കുക. 10 വർഷത്തിന് പുറകോട്ടുള്ള വണ്ടി ഈ NCR റീജിയനിൽ നിന്ന് കിട്ടത്തില്ല. അത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അത് പറ്റിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. പിന്നെ നമുക്ക് ഹരിയാന സൈഡിൽ നിന്നൊക്കെ നമുക്ക് ബാക്കി ഇന്നോവ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് എടുത്തു തരാം. പിന്നെ ഡൽഹിയിൽ നിന്ന് വേണമെങ്കിലും വണ്ടി എടുത്തരാം. ഡൽഹിയിൽ നിന്ന് നമുക്ക് ഇന്നോവ കിട്ടില്ല, ക്രിസ്റ്റ കിട്ടും, ഫോർച്യൂണറും കിട്ടും. പിന്നെ ഹരിയാന റീജിയൻ, UP റീജിയനിൽ, ഈ NCR റീജിയനിൽ വരാത്ത സ്ഥലത്ത് നിന്ന് നമുക്ക് ഇന്നോവ എടുത്തു തരാൻ പറ്റും. പക്ഷേ NCRന്ന് നമുക്ക് 10-300 കിലോമീറ്റർ വെളിയിൽ പോകേണ്ടി വരും. അവിടെ നമുക്ക് ഈ സ്റ്റോക്ക് ഇന്നോവ 2016 വരെയുള്ള ഇന്നോവാസും നമുക്ക് കിട്ടും, ഏത് വണ്ടികളിലും. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഡയറക്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ അവിടെ വന്ന് ഫുള്ള് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് എല്ലാം കണ്ട് ഓക്കെ ആയതിനു ശേഷം മാത്രം നമുക്ക് അവിടെ നിന്ന് വണ്ടി ഇവിടെ നാട്ടിലെത്തിച്ചു തരാൻ പറ്റും.